परिगोषितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि भगवद्गीते भवद्वेषिणीम् व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः। നമുക്ക് തോന്നല്ലേ പ്രാർത്ഥനയിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഭഗവത്ഗീത 18 സ്വർഗങ്ങളിലായിട്ട് വ്യാസമഹർഷി വീക്ഷിക്കുന്നതാണ് മഹാഭാരതം. അതിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വമാണ് ഭീഷ്മപർവ്വം, 6ാമത്തെ പർവ്വം. ഈ 6ാമത്തെ പർവ്വത്തില് 25 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളിലായിട്ടാണ് ഭഗവത്ഗീത വീക്ഷിക്കുന്നത് വ്യാസമഹർഷി. ഭഗവത്ഗീത കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വ്യാകുലനായി നിൽക്കുന്ന അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരോപദേശം കൊടുക്കുന്നതായിട്ടാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൗരവപ്പടയുടെയും പാണ്ഡവ പടയുടെയും കൂടെ നടുക്ക് നോക്കുമ്പോൾ എന്റെ ബന്ധുജനങ്ങളെയും ഗുരുഭൂതന്മാരെയും എല്ലാവരെയും ഞാൻ തോൽപ്പിക്കണമല്ലോ, വധിക്കണമല്ലോ എന്നോർത്ത് വിഷമിച്ചു നിൽക്കുന്ന അർജുനൻ അങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ നിന്ന് എനിക്ക് രാജ്യം വേണ്ട, എനിക്കൊന്നും നേടണ്ട, ഞാൻ ഇവിടെ ഒന്നും നേടാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ നശിപ്പിച്ചിട്ട് ഞാൻ എന്താണ് നേടാൻ പോകുന്നത് വിഷമിക്കുന്ന അർജുനൻ. യതിമാ പ്രതീകാരം അശസ്ത്രം ശസ്ത്രമാണയ ധർമ്മേക്ഷേമതരംഭരെ യതി എന്നെ അവർ കൊല്ലുകയാണെങ്കിൽ, ശസ്ത്രമില്ലാതെ എന്നെ കൊല്ലുകയാണെങ്കിൽ ധാർത്തരാഷ്ട്രം രണഭൂമിയിൽ തന്നെ എന്നെ കൊല്ലട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് മോക്ഷം കിട്ടും, എങ്കിലും എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ശസ്ത്രവും എല്ലാം വലിച്ചെറിഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരോപദേശം തുടങ്ങുന്നത്. സാരോപദേശം ഭഗവത്ഗീതയിൽ ആ ഭൂമിയിൽ നിന്ന്, കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന അർജുനന് അദ്ദേഹം കൊടുത്ത സാരോപദേശത്തിൽ അദ്ദേഹത്തെ യുദ്ധസജ്ജനാക്കി യുദ്ധം ജയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഭഗവത്ഗീതയുടെ കഴിവ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ശരിക്കും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അർജുനൻ നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ പാഠന്മാരാണ്. ഈ ഭഗവത്ഗീത വായിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും, ഭഗവാനെ ഈ ഉപദേശം എനിക്കാണല്ലോ നീ തരുന്നത്. ഓരോ ശ്ലോകം ചൊല്ലുമ്പോൾ ഇത് എനിക്കുള്ള ഉപദേശമാണല്ലോ ഭഗവാനെ എന്ന് തോന്നിപ്പോകും. അത്ര ഭംഗിയായിട്ടാണ് ഭഗവത്ഗീത ഓരോ ഉപദേശവും. ഈ ഉപദേശങ്ങൾക്ക് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. കുരുക്ഷേത്ര ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമാണ്. അവിടുത്തെ രഥം നമ്മുടെ മനസ്സാണ്. അർജുനൻ ജീവാത്മാവും ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമാത്മാവുമാണ്. കഴിഞ്ഞ ദിവസം പേപ്പർ കണ്ടു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് അദ്ദേഹം ഓപ്പണായിട്ട് പറയുകയാണ്, ഞാൻ ഭാഗ്യവാനാണ്, കാരണം ഞാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഭഗവത്ഗീതയെ തൊട്ടുകൊണ്ടാണ്. ഇത് ഓപ്പണായിട്ട് മറ്റൊരു രാജ്യത്തുള്ള ആളാണ് പറയുന്നത്. അത്ര പ്രാധാന്യമുള്ള ഭഗവത്ഗീതയ്ക്ക് എന്തോ നമ്മുടെ ചില ആൾക്കാരെങ്കിലും ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കുന്നതും നോക്കുന്നതൊക്കെ എന്തോ രണ്ടാന്തരമാണെന്നൊരു ചിന്തയുണ്ട്. അവരെ ഭഗവാൻ രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റും. 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിൽ ഉണ്ടെങ്കിലും ഇപ്പോൾ ചില ഭഗവത്ഗീതയിൽ 701 702 ഒക്കെയുണ്ട്. വ്യാസമഹർഷിക്ക് മറ്റൊരു പേരുണ്ട്, സൂത്രസപ്തശതപതി. സപ്തം എന്ന് പറഞ്ഞാൽ 7, സപ്തശതം 700, സപ്തശതപതി 700ന്റെ അധിപൻ, 700ന്റെ ഉടമ. സൂത്രസപ്തപതി 700 ശ്ലോകങ്ങളുടെ ഉടമ, ഭഗവത്ഗീതയുടെ ഉടമ.
ഭഗവത്ഗീത നിശ്ചയാർജുന പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയ്ക്ക് 700 ശ്ലോകങ്ങളേ ഉള്ളൂ. 701 എങ്ങനെ വന്നു? 801 വരാനും കാരണമുണ്ട്. കാരണം ഉദാഹരണം, എല്ലാ അധ്യായങ്ങളും സംവാദം രീതിയിലാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ അധ്യായം എടുക്കുകയാണെങ്കിൽ ആദ്യം സഞ്ജയൻ പറയുന്നു, പിന്നെ ഭഗവാൻ പറയുന്നു, പിന്നെ അർജുനൻ പറയുന്നു, പിന്നെ സഞ്ജയൻ പറയുന്നു, പിന്നെ ഭഗവാൻ പറയുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. എല്ലാ അധ്യായങ്ങളും ഇതുപോലെയാണ് പോകുന്നത്, സംവാദത്തിലാണ്. എന്നാൽ 13ാമത്തെ അധ്യായം വരുമ്പോൾ മോണലോഗാണ്. 34 ശ്ലോകങ്ങളും ഭഗവാൻ മാത്രമാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ ഇടയ്ക്കുള്ള ആൾക്കാരൊന്നും ഇത് ശരിയാകില്ല, ബാക്കി എല്ലാ അധ്യായങ്ങളും സംവാദ മോഡലിലാണ്, ഇത് സംവാദ മോഡലാണ്, ഇതും സംവാദ മോഡലിലാക്കണം എന്ന് പറഞ്ഞ് ഒരു ശ്ലോകം എഴുതി ചേർത്തു. ആദ്യത്തെ ശ്ലോകം അർജുന ഉവാച എന്ന് പറഞ്ഞു. ഞാനത് പഠിച്ചിട്ടില്ല. അർജുന ഉവാച എന്ന് പറഞ്ഞ് എഴുതി ചേർത്തു. ഇങ്ങനെയുള്ള ശ്ലോകത്തിന് സംസ്കൃതത്തിനൊരു പേരറിയും, പ്രക്ഷിത ശ്ലോകം. പ്രക്ഷിത ശ്ലോക എന്നാണ് പറഞ്ഞത്. അതുകൂടെ കിട്ടുമ്പോഴാണ് 701 വരുന്നത്. നമ്മളല്ലാതെ അതിനു വേണ്ടിയിട്ട് പറഞ്ഞു ശരിയാവത്തില്ല, അത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യട്ടെ, നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല. ഇതിങ്ങനെ ഉണ്ട്, ഒരു സത്യമുണ്ട് എന്ന് പറഞ്ഞെന്നുള്ളതുണ്ട്. ഭഗവത്ഗീത കർമ്മപ്രധാനമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും കൂടുതൽ ഭഗവത്ഗീതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കർമ്മം എന്നായി ഞാൻ മനസ്സിലാക്കുന്നതാണ്. തത്വമസി, തത്വം അസി. ത്വം ആണ് ആദ്യത്തെ, രണ്ടാമത്തെ തത്, അത് നീ ആകുന്നു. നീ ആണ് ആദ്യം, പിന്നെ അതായത് ഭഗവത്ഗീത 18 ചാപ്റ്ററുകളിൽ ആദ്യത്തെ 6 ചാപ്റ്റർ ത്വം, രണ്ടാമത്തെ 6 ചാപ്റ്റർ തത്, മൂന്നാമത്തെ 6 ചാപ്റ്റർ അസി. ഈ ഭഗവത്ഗീതയിൽ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ പറഞ്ഞു അർജുനന്റെ ജാഗ്രതയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഏകദേശം അതിൻ്റെ ഒരു സിനോപ്സിസ്, ഭഗവത്ഗീതയുടെ സംഗ്രഹമാണ്. സിനോപ്സിസ് ആണ്. അതിൽ കർമ്മയോഗവും ജ്ഞാനയോഗവും പിന്നെ ഭക്തിയോഗത്തിലേക്ക് ഒരു എത്തിനോട്ടം, ഇതാണ് രണ്ടാമത്തെ. അത് കഴിഞ്ഞാൽ ഉടനെ കൊടുത്തിരിക്കുന്ന കർമ്മയോഗമാണ്. അതായത് ഭഗവാൻ കർമ്മത്തിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യമാണ് കാണുന്നത്. ഈ ഭഗവത്ഗീത ആദ്യത്തെ ഭാഗത്ത് തന്നെ 3ാമത്തെ അധ്യായമായിട്ട് കർമ്മയോഗം കിട്ടും. അപ്പോൾ കർമ്മയോഗത്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുകയാണ് ഭഗവാനോട്. ത്രേതായുഗത്തിലെ ശ്രീരാമൻ ധർമ്മത്തിന് പ്രാധാന്യം നടത്തി കർമ്മം ചെയ്തപ്പോൾ ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണൻ കർമ്മത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. മറ്റൊന്നും കൂടി പറയാം. ഒരു കഥ കേട്ടിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭഗവാൻ തേര് ഓടിക്കുമ്പോൾ കർണന്റെ ഒരു അമ്പ് അർജുനന്റെ മേൽ തലയിൽ കൊണ്ട് കൊള്ളാൻ വേണ്ടി വരുന്നു. ഭഗവാൻ മനസ്സിലായി അമ്പ് വന്നാൽ നേരെ അർജുനന്റെ അർജുനന്റെ ശിരസ് ശരിച്ചു. ഭഗവാൻ രഥം ചവിട്ടി താത്തി അമ്പ് മുകളിൽ കൂടെ പോയി അർജുനൻ രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൽ ചെയ്യരുത്. ഭഗവാൻ ഒരു തേരാളിയാണ്, അത് സാരഥിയാണ്. സാരഥിയുടെ ജോലിയല്ല. സാരഥി യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഇത് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾ മാത്രമേ ചെയ്യാവൂ, യുദ്ധത്തിൽ പങ്കെടുക്കൂടാ. പക്ഷെ ഭഗവാൻ അത് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ധർമ്മം ജയിക്കണമെങ്കിൽ അദ്ദേഹം ഈ കർമ്മം ചെയ്യണം. സാരഥിയുടെ കർമ്മമാണ്. സാരഥി ആർക്ക് പേര് കൊടുക്കുന്നു അവരെ രക്ഷപ്പെടുത്തുന്നത് സാരഥിയുടെ കർമ്മമാണ്. അദ്ദേഹം സ്വധർമ്മം നടത്തും. ഭഗവാൻ സ്വധർമ്മം നടത്തി കാണിക്കുകയില്ല. തെറ്റാണെങ്കിലും സ്വധർമ്മം നടത്തും.